ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ലഡു എന്ന് പറയുമ്പം നമ്മൾ കോമൺ ആയിട്ട് ചെയ്തിട്ടെടുക്കുന്ന നമ്മുടെ കടലമാവൊക്കെ വെച്ചിട്ട് ബൂന്തിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ലഡു അല്ല. ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ എങ്ങനെയാണ് ആ ഒരു ലഡു നല്ല ടേസ്റ്റിലും നല്ല പെർഫെക്റ്റിലും ചെയ്തിട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് എടുക്കുന്നത് കടലപ്പരിപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചനാദാലാണ്. അപ്പോൾ ഈ ഒരു ചനാദാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പാണ് കേട്ടോ. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1.5 കപ്പ് കടലപ്പരിപ്പാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ആദ്യമേ തന്നെ 2-3 തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിൽ ഇത് കുതിർത്തിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു 1.5 കപ്പ് കടലപ്പരിപ്പ് ഏകദേശം ഒരു 1.25 മുതൽ 2 കപ്പ് വരെ അളവ് കാണിക്കും. കാരണം അതിൻ്റെ സൈസൊക്കെ ഒന്ന് വലുതായിട്ട് കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി കാണിക്കും. അപ്പോൾ ഒരു കടലപ്പരിപ്പിൽ നമ്മൾ എക്സസൈറ്റ് കുതിർത്ത് വെക്കുമ്പോഴുള്ള വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കടലപ്പരിപ്പ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കണ്ട, ഒന്നും ചേർക്കാതെ ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇത് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്തിട്ട് ഒറ്റ തവണയായിട്ട് വേണമെങ്കിലും അങ്ങനെയും പൊടിച്ചെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ മിക്സിയുടെ ചെറിയ ജാറായതുകൊണ്ടാണ് അതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു പോർഷൻ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ടല്ല കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. വളരെ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മളത് കുതിർത്ത് വെച്ചിട്ടാണല്ലോ കൊണ്ടുപോയിട്ട് അരക്കുന്നത്. അപ്പോൾ ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ ആ ഒരു നനവിൽ വളരെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കടലപ്പരിപ്പ് കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ കടലപ്പരിപ്പും ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം വളരെ ചെറിയ പോർഷൻസ് ഈ ഒരു രീതിയിൽ ചെറിയ പോർഷൻ എടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, നേരത്തെ റെഡിയാക്കി വെക്കൊന്നും വേണ്ട. ഈ ഒരു സൈസിലുള്ള ചെറിയ പോർഷൻ ആക്കിയിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ഒരു ഓയിലിൻ്റെ ചൂട്, ഒരുപാടൊന്നും ഓയിലിന് ചൂട് വേണ്ട. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് നമ്മൾ ചേർക്കുന്നതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് സമയം ഈ ഓയിലിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യാനും പാടില്ല. നമ്മളൊരു 1 മുതൽ 1.5 മിനിറ്റ് മാത്രമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. കളർ ചേഞ്ച് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓയിലിങ്ങനെ ഒരുപാട് സമയമൊക്കെ ചേർത്തിട്ട് പിന്നെ അത് കളറൊക്കെ മാറി വന്നു കഴിയുമ്പം പിന്നെ നമ്മൾ ലഡു തയ്യാറാക്കിയിട്ട് എടുക്കുമ്പം അതിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു 1 മുതൽ 1.5 മിനിറ്റ് മാത്രം ഓയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കണ്ടീഷനായിരിക്കും നമ്മളിത് കോരിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതേ നമ്മൾ ആദ്യത്തേത് കോരി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വളരെ ചെറിയ പോർഷനാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്നങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് കുക്കായിട്ട് വരും. കാരണം കടലപ്പരിപ്പാണ്, അത്യാവശ്യം കുറച്ച് കുക്കാവാൻ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ചെറിയ പോർഷനാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് നല്ലപോലെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇടരുത്. ഓയിലിൽ നിന്നും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മളെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് വെക്കണം. അപ്പോൾ ഇത് ഓൾറെഡി ഞാനങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇത് നമ്മുടെ ലഡുവിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണിത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 5 ഏലക്ക കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മധുരം വേണം എന്നുള്ളവർക്ക് ഒരു 1.5 കപ്പ് നമ്മൾ ചനാദാൽ എടുക്കുമ്പം 1.5 കപ്പ് തന്നെ ഷുഗർ എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനൊരു ശകലം മധുരം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1.25 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ 5 ഏലക്ക കൂടെ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാര പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 1.25 കപ്പ് പഞ്ചസാര നമുക്ക് പാനിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല, എങ്കിൽ ഓൾമോസ്റ്റ് 1/2 കപ്പ് ആണ് താനും. ആ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നന്നായിട്ട് ഈ ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ലഡുവൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യാറില്ല, നൂൽപ്പരുവാവുന്നവരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ തിളപ്പിച്ചിട്ട് എടുക്കാൻ.
അപ്പോൾ ഷുഗർ ഞാനിവിടെ നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് പിടിച്ച് നോക്കുമ്പം ഒന്നിങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ചെറിയൊരു നൂൽപ്പരുവം ആവുന്നവരെ മാത്രം നമുക്കിത് തിളപ്പിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്, പക്ഷേ ഒരു നൂൽപ്പരുവത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം ഈ ഒരു രീതിയിൽ തന്നെ ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇനി ഈ സമയം നമ്മളിതിലേക്ക് നമ്മുടെ ലഡുവിലേക്ക് വേണ്ടിയിട്ടുള്ള കളറും കൂടെ ചേർത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ്, പെർമിറ്റഡ് ആയിട്ടുള്ള ഓറഞ്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ചേർക്കാം കേട്ടോ, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഒരു പിഞ്ച് മാത്രം ഫുഡ് കളർ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് നമ്മൾ ഒരു നൂൽപ്പരുവം ആവുന്നവരെ റെഡിയാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചനാദാൽ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് നന്നായിട്ട് ചൂടൊക്കെ പോയതിനു ശേഷം നമ്മുടെ മിക്സിയിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്ലെയിം നന്നായിട്ട് നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഫ്ലെയിം നല്ല പോലെ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചനാദാലിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഒരു ഷുഗർ സിറപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തോന്നും അയ്യോ ഷുഗർ സിറപ്പ് കൂടിപ്പോയെന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ അതൊന്ന് ചൂടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കറക്റ്റ് പരുവാവും. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടാം. ഇനി നമ്മൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ അതേ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂട് പോയ സമയമായപ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ഇതിൽ സോക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലഡു ആക്കിയിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസിൻസ് അതല്ലെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിന്നിപ്പോൾ ചേർക്കുന്നത് റൈസിൻസും അതിൻ്റെ കൂടെ കുറച്ച് ബദാമും കൂടിയാണ്. എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാം ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പ്യുവറായിട്ടുള്ള നെയ്യ് ചേർത്തിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റൈസിൻസും അതുപോലെ ബദാം ചേർക്കുന്നവർ അതിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കേണ്ട, ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചേർത്തിട്ടുള്ള നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ആ ഒരു കളറൊന്ന് മാറി വന്ന് നമ്മൾ റൈസിൻസൊക്കെ ഒന്ന് പൊങ്ങി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ലഡുവിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ നമ്മുടെ റൈസിൻസും അതുപോലെ തന്നെ ബദാമും ഒക്കെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചേർത്തിട്ടുള്ള നെയ്യിൻ്റെ കൂടെ ചൂട് ഒന്ന് പോയതിന് ശേഷം നമ്മുടെ കയ്യിൽ ചേർത്തിട്ട് കുറഞ്ഞ പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ലഡുവിൻ്റെ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കുകയാണ്. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിനെ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ലഡു ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മൾ സാധാരണ ചെയ്തിട്ടെടുക്കുന്ന ലഡുവിൽ നിന്നും കുറച്ച് വ്യത്യാസമാണല്ലോ, കാരണം നമ്മൾ ബൂന്തിയൊന്നും തയ്യാറാക്കിയിട്ടല്ല ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്തവർ നിങ്ങളുടെ കമൻറ്റ് വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.